Hello friends, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽമിയുടെ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഫസ്റ്റ് 5G സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Realme X50 Pro എന്ന സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.57 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത്, ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. സെൽഫി ക്യാമറ ഡുവൽ ആണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടും ഡിസ്പ്ലേയുടെ ഉള്ളിലാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് ഇത് നമുക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 90 Hz റിഫ്രഷ് റേറ്റും ലഭിക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഡിസ്പ്ലേ വളരെ മികച്ചതാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ Qualcomm Snapdragon 865 ഒക്ടാ-കോർ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഒപ്പം ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 10 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റാം വരുന്നത് 12 GB ആണ്. അതുപോലെ തന്നെ ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത് 256 GB. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പ്രൈമറി ആയിട്ട് നമുക്കൊരു 64 മെഗാ മെയിൻ സെൻസർ ആണ് ലഭിക്കുന്നത്. പിന്നെ ഒരു 12 മെഗാ ഒരു ടെലിഫോട്ടോ ലെൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നമുക്ക് 20x ഡിജിറ്റൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 8 മെഗാ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാ ഒരു ഡെപ്ത് സെൻസറുമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡുവൽ സെൽഫി ക്യാമറാസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. രണ്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേയുടെ ഉള്ളിലാണ് ലഭിക്കുന്നത്. 32 മെഗാ ആണ് പ്രൈമറി സെൻസർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ആണ് ബാറ്ററി ലഭിക്കുന്നത്. ഒപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 65 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമാണ് ലഭിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Realme X50 Pro എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വരുന്ന ലോഞ്ചിങ് ഡേറ്റും അതുപോലെ തന്നെ പ്രൈസുമാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് 49,000 ആണ് ബേസ് വേരിയന്റിന്. അതുപോലെ തന്നെ ഇതിന്റെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് February 24th ആണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ 5G സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകത കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിനുണ്ട്. സോ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒപ്പം പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും Qualcomm ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഒപ്പം 4500 mAh ബാറ്ററിയും 64 മെഗാ അടങ്ങുന്ന ഒരു ക്വാഡ് റിയർ ക്യാമറയും, ഫ്രണ്ടിലാണെങ്കിൽ തന്നെ നമുക്ക് 32 മെഗാ പ്ലസ് 8 മെഗാ ഡുവൽ സെൽഫി ക്യാമറയും അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ട് വരുമ്പോൾ മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി കൊണ്ടുവരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക, അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ നമുക്ക് നാളെ മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ഗുഡ് ബൈ.